നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചരിത്രപരമായ സമാധാന കരാറിലേക്ക് എത്തിയിരിക്കുകയാണ്. കരാറിനെക്കുറിച്ച് ട്രംപ് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇറാനും അന്തിമ കരാറിൽ ധാരണയായിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കരാറിൽ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ബോംബിട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ട്രംപ് കട്ടക്കലിപ്പിലായിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. നെതന്യാഹുവിന്റെ അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ട്രംപ് ഇറാനുമായി കരാറിലെത്തിയതെന്നാണ് വിവരം. ബെയ്റൂട്ടിൽ ഇസ്രായേൽ ബോംബിട്ടതറിഞ്ഞ് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ നെതന്യാഹുവിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെറി വിളിച്ചുവെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. തന്റെ 80ാം ജന്മദിനാഘോഷങ്ങൾക്കായി വൈറ്റ് ഹൗസ് ഒരുങ്ങുന്നതിനിടയിലാണ് സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ തലവനെതിരെ ട്രംപ് അത്യന്തം വികാരാധീനനായി പൊട്ടിത്തെറിച്ചത്. നെതന്യാഹുവിന് ഒട്ടും വിവേചന ബുദ്ധിയില്ലെന്നും അവൻ കാരണം എല്ലാം കുളമാക്കുന്ന അവസ്ഥയിലാണെന്നും ട്രംപ് പറഞ്ഞതായി പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ടർ ബരാക് റാവിഡ് വെളിപ്പെടുത്തി. പ്രസിഡന്റ് ട്രംപുമായി ഞായറാഴ്ച നടത്തിയ ഔദ്യോഗിക സംഭാഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മാധ്യമപ്രവർത്തകനായ ബരാക് റാവിഡ് തന്റെ എക്സ് ഹാൻഡിലൂടെ പുറത്തുവിട്ടത്. ട്രംപ് തന്നോട് പറഞ്ഞ വാക്കുകൾ റാവിഡ് അതേപടി കുറിച്ചിട്ടത് ഇങ്ങനെയാണ്: എന്തിനായിരുന്നു ബിബി ആ നാശം പിടിച്ച ആക്രമണം നടത്തിയത്? എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ഞാൻ അവനെ വിളിച്ച് നല്ലത് 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അവനൊട്ടും വിവരമില്ല. ആ കാര്യം ഞാൻ അവനെ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട്. മാസങ്ങളായി താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമാധാന കരാർ ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ ബോംബെറിഞ്ഞ് തകർക്കാൻ നോക്കിയതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇസ്രായേൽ ആക്രമണം നടത്തുകയും അതിനു പിന്നാലെ ഇറാൻ കടുത്ത തിരിച്ചടി ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. പ്രമുഖ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിടുന്ന വിവരങ്ങളനുസരിച്ച് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എത്ര വലിയ പ്രകോപനമുണ്ടായാലും സമാധാന നീക്കവുമായി മുന്നോട്ട് പോകാനാണ് ട്രംപിന്റെ നീക്കം. ട്രംപിന്റെ 80ാം ജന്മദിനം വൈറ്റ് ഹൗസ് വളപ്പിൽ വിപുലമായ പരിപാടികളോടെയാണ് ഇന്നലെ ആഘോഷിച്ചത്. വൈറ്റ് ഹൗസ് വക്താവ് ഡാനിയൽ വൈറ്റിന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ. വൈറ്റ് ഹൗസ് മൈതാനത്ത് പ്രത്യേക UFC പോരാട്ടങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. 5000-ഓളം പ്രമുഖർ ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഈ ആഘോഷത്തിന് ഒരുങ്ങവെയാണ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇത് ട്രംപിനെ ശരിക്കും ചൊടിപ്പിക്കുകയായിരുന്നു. അതേസമയം ലോകത്തിന് ആശ്വാസമായി പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വന്നിട്ടുണ്ട്. ഇറാൻ US വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഇറാൻ അമേരിക്ക സമാധാന കരാർ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് ഒപ്പുവെക്കുക. മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന തിരക്കിട്ട നീക്കത്തിനൊടുവിലാണ് നിർണായക തീരുമാനം. ഹോർമുസ് കടലിടുക്കിലെ വാഷിംഗ്ടണിന്റെ നാവിക ഉപരോധം അവസാനിപ്പിക്കുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചു. കരാറിനെ ലോകരാജ്യങ്ങൾ സ്വാഗതം ചെയ്തു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമാധാന കരാറിലെത്തിയെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പറഞ്ഞു. വിശാലമായ ഒരു കരാറിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പെന്നാണ് ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി വിശേഷിപ്പിച്ചത്. ധാരണാപത്രം സ്ഥിരമായി നടപ്പിലാക്കപ്പെടുമെന്നും ഹോർമുസ് കടലിടുക്കിൽ സ്വതന്ത്രവും സുരക്ഷിതവുമായ നാവിഗേഷൻ യഥാർത്ഥത്തിൽ ഉറപ്പാക്കപ്പെടുമെന്നും ഇറാന്റെ ആണവ വിഷയത്തിലും മറ്റു കാര്യങ്ങളിലും ഒരു അന്തിമ കരാർ എത്രയും വേഗം യാഥാർത്ഥ്യമാകുമെന്നും തകായിച്ചി കൂട്ടിച്ചേർത്തു. കരാറിനെ തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാൻ സ്വാഗതം ചെയ്തു. ലോകം മുഴുവൻ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നു ഈ വാർത്ത. നമ്മുടെ മേഖലയിൽ സമാധാനത്തിന്റെയും സുരക്ഷയുടെയും ശാശ്വതമായ ഒരു അന്തരീക്ഷം സ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുവെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. കരാർ ഒപ്പിടുന്നതിന് മുമ്പുള്ള കാലയളവിൽ പിരിമുറുക്കം കൂട്ടുന്ന വാചകങ്ങൾ, പ്രകോപനങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവ ഒഴിവാക്കാനും സാധ്യമായ അട്ടിമറികൾക്കെതിരെ ജാഗ്രത പാലിക്കാനും തുർക്കി പ്രസിഡന്റ് എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. ചർച്ചകൾ വിജയകരമാക്കാൻ പിന്തുണ നൽകിയ ഖത്തറിനും കരാർ യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായക സംഭാവനകൾ നൽകിയ സൗദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിനും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പ്രത്യേക നന്ദി രേഖപ്പെടുത്തി.